ഹലോ ഫ്രണ്ട്സ്, രാവിലെ വീട്ടിൽ വെള്ളമായതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്വന്തം വള്ളത്തിൽ കയറിയിരുന്നത്. സത്യം പറയാമല്ലോ, വീട്ടിൽ വെള്ളമാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ഈ മഴയും ഈ തോട്ടിക്കൂടെ പോകുന്ന ചെറിയ ബോട്ടുകളും വള്ളങ്ങളും എല്ലാം കാണാനൊരു പ്രത്യേക രസമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം ഒരു കൂട്ടുകാരൻ സാജൻ സ്പീഡ് ബോട്ടയിൽ വീട്ടിൽ വെള്ളമായതുകൊണ്ട് എല്ലാവരെയും പത്തിൽപ്പാലത്തെ കൊണ്ടിറക്കിയിട്ട് തിരിച്ചു വരുന്നത്. മഴയായതുകൊണ്ട് തന്നെ ആൾ റെയിൻകോട്ടൊക്കെ ഇട്ട് എന്തോ വെള്ളം ഒഴിച്ച് എന്നെ നനയ്ക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു തോന്നുന്നു. അപ്പോഴാണ് കാണുന്നത് മഴയത്ത് വീടിൻ്റെ വാതിക്കയിൽ ഒരു കാക്ക വന്നിരിക്കുകയും ലീലാമകത്ത് പോയി എന്തോ ആഹാരം എടുത്തു കൊടുക്കുകയും അത് ചുണ്ടിനുള്ളിലാക്കി എങ്ങോട്ടോ പറന്നു പോവുകയും ചെയ്തു. അതിനും കാണൂലേ കുഞ്ഞുങ്ങളും ഫാമിലിയെല്ലാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് വെളിയനാട് പഞ്ചായത്തിൽ നിന്നൊരു കോള് വരുന്നത്. ഇവിടെ മൊത്തം വെള്ളം കയറി കുറേ വീട്ടിൽ പ്രായമുള്ളവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെ ക്യാമ്പിലേക്കും മറ്റു കാര്യങ്ങൾക്ക് എത്തിക്കണം, വള്ളമായിട്ടൊന്ന് വരുമെന്ന്. ചെറിയ മഴയോ ഒഴുക്കൊക്കെ ഉണ്ടെങ്കിലും ഒന്നും ആമന്തിച്ചില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. നേരെ വള്ളം എടുത്ത് കിടങ്ങറ വെളിയനാടിലേക്ക് വിട്ടു. അങ്ങനെ കൈനഗിരിയിൽ നിന്ന് നമ്മൾ പുളുങ്ങുന്ന പള്ളി വരെയായി. ഈ പള്ളിയിലാണ് വിണ്ണെത്താണ്ടി വരുവായ കുട്ടനാടൻ മാർപ്പാപ്പ അങ്ങനെ അനവധി പടങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചാറ്റൽ മഴയിലും പള്ളി കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായി കാണും. രാവിലെ 7 മണിക്ക് കൈനയിൽ നിന്നും പുറപ്പെട്ടാണ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോയെന്നറിയാൻ വേണ്ടി നേരെ പുളുങ്ങുന്ന ജെട്ടിയിൽ വള്ളം അടിപ്പിച്ചു. ജസ്റ്റ് ഇറങ്ങി നോക്കിയപ്പോഴേക്കും മൊത്തം വെള്ളം കയറി പുളുങ്ങുന്ന മൊത്തം മുങ്ങിക്കിടക്കുന്ന അവസ്ഥ. ദൈവാനുഗ്രഹം പോലെ ഒരു ചെറിയ കടമുണ്ട്. കടയിൽ മൊത്തം വെള്ളമായതുകൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. 2 പൊറോട്ടയും കറിയും കഴിച്ച് അവിടെ നിന്ന് നേരെ സ്ഥലം കാലിയാക്കി. പുളുങ്ങുന്നതിൽ നിന്നും വെള്ളം എടുത്ത് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ് കാണുന്നത്. മൊത്തം വേസ്റ്റ്. പക്ഷേ മനസ്സിന് സന്തോഷം നൽകുന്ന വേറൊരു കാഴ്ചയുണ്ട്. താറാൻകൂട്ടങ്ങൾ മഴയായതുകൊണ്ടും വെള്ളപ്പൊക്കം ആയതുകൊണ്ടും കര പറ്റി അവരങ്ങനെ കുശലമൊക്കെ പറഞ്ഞ് പരസ്പരം സ്നേഹിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതേ പിന്നെയും വേസ്റ്റ്. നമ്മുടെ സർക്കാർ തന്നെ കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി കുറേ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവത്തിൽ ഏറ്റവും വലുതാണ് ഹരിതകർമ്മസേന. നമ്മുടെ വീടുകളിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ വരാൻ നേരത്ത് അവരെ ഏൽപ്പിക്കുക. അല്ലാതെ ഈ വേസ്റ്റുകളും മറ്റും കാര്യങ്ങളും ഈ തോടുകളിലേക്കും കായലിലേക്കും മാക്സിമം വലിച്ചെറിയാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഈ വേസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒഴുകി വരുന്നത് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് അങ്ങനെ വീട്ടിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വേസ്റ്റുകളായിരിക്കും ഒരുപക്ഷെ ഈ ഒഴുക്കിൽ ഒഴുകി വരുന്നത്. എങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ മലിനമാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായി കാണും. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 5 മണിക്കൂർ പിന്നിടുന്നു. ഏകദേശം ഇനി ഒരു 3/4 മണിക്കൂറും കൂടെ വെളിയനാട് എത്താൻ വേണ്ടി വേണമെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോഴേക്കും എന്തേണ്ട കിടുക്കിനൊരു മഴ പെയ്യണം. ഈ മഴ കാണാനും ഒരു രസമുണ്ട്. ഈ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ സമയത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. 3/4 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറും കൂടിയാകും. എന്തായാലും അടുത്ത വീഡിയോയിൽ വെളിയനാട്ടത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ നല്ല രീതിയിലേക്ക് നമ്മുടെ കുട്ടനാടത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.